ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ്. പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 1 നേരത്തെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ് ആ വീഡിയോയിലുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഇതുപോലെ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഒരു ഹോളെന്ന് പറയാം, ഒരു മിനി ഹോളാണിത്. അവിടെ ജസ്റ്റ് സോഫ ഇട്ടിട്ടുണ്ട്, ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി 2 ബെഡ്റൂംസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ ഈ ഡോറ് തുറന്ന് വെളിയിലോട്ട് പോകുന്ന ടെറസിലോട്ടുള്ള സ്പേസ് ആണത്. കുറച്ച് ചെടികളും അതും ഇതൊക്കെ, പിന്നെ ഉണക്കാനുള്ള കാര്യങ്ങളും എല്ലാമാണ് നമ്മളവിടെ ചെയ്യുന്നത്. മുളകും മല്ലിയൊക്കെ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ ടാങ്കിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള കോണിയാണത്. ഇതിൻ്റെ മേളിലായിട്ട് ഇതുപോലെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ വലത്ത് വശത്തായിട്ട് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഇൻറ്റീരിയർ വർക്കൊന്നും അധികം ചെയ്തിട്ടില്ല, ഇനിയും പോകെ ചെയ്യണമെന്നാണ്. ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് ഞങ്ങൾ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അധികം അങ്ങനെ ഉപയോഗം ഇല്ല ഈ റൂമിൽ. അധികം ഡെക്കറേഷൻസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു കല്യാണ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു എല്ലായിടത്തും ഉള്ള പോലെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കലണ്ടറാണ് വെഡ്ഡിങ്ങിൻ്റെ. പിന്നെ ചെറിയൊരു വാഷ്റൂം ഏരിയ. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പോലെ തന്നെ സെയിം ടൈൽസും ഫ്ലോറിങ് എല്ലാ കാര്യങ്ങളാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വാഷ് ബേസിൻ ഏരിയ ഉണ്ട്, ഒരു ടോയ്ലറ്റ്, ബസ്, അത്രയേ ഉള്ളൂ. പിന്നെ കോണി കയറി വരുന്ന ഇടത്ത് വശത്തായിട്ടാണ് ഇതുപോലൊരു റൂം. ഇത് കിഡ്സിനായിട്ടുള്ള റൂമാണ്, പക്ഷേ ഇതുവരെ ഒന്നും അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളാണ്, അതുകൊണ്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആരെങ്കിലും അഥവാ ഒരു ഗസ്റ്റ് വരുവാണെങ്കിലൊക്കെ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് സെറ്റ് ചെയ്തിട്ട്. ഇതൊരു ഡ്രസ്സിങ് ഏരിയ ആണ് കേട്ടോ. അത് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. സ്ഥിരമായിട്ട് നിൽക്കാത്തതുകൊണ്ടാണ് ഇതൊന്നും സെറ്റ് ചെയ്യാത്തത്. ഇത് പിന്നെ ചെറിയൊരു വാഷ്റൂം, അത് സെയിം എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ചെറിയൊരു വാഷ് ബേസിനും ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം അറ്റാച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഇത് നമ്മുടെ ടെറസിലെ ഏരിയ ആണ്. കുറച്ച് ചെടികളും ഇതെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ.